ഇന്നത്തെ വിശേഷം നമ്മളെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമ്മളെ ടെറസിൻ്റെ മേളിൽ ഡ്രാഗൺ നല്ലപോലെ പൂത്ത് കായ്ച്ച് നിൽപ്പുണ്ട്. ഇപ്പോഴും കുറേ നിൽപ്പുണ്ട്. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ കയറി പഴുത്ത് നിൽക്കുന്നതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ച്. നമ്മളിത് വേറൊരു കമ്പ് വെട്ടി നട്ടതാണ്. അതും അതിലാണിപ്പോൾ 2, 3 എണ്ണം കായ്ച്ചത്. അതൊക്കെ പറിച്ച് ഇത് നമ്മളെ ചെറിയൊരു ടെറസിൻ്റെ മേളിൽ ചെറിയൊരു കൃഷിയുണ്ട്. കറ്റാർ വാഴയും പിന്നെ തക്കാളി, കത്തിരിക്ക അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളെ ചെറിയൊരു കൃഷി കാണിച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ കായ്ച്ചൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇതാ ഇതിലും കുറേ പൂവും കായ്കളും ഒക്കെ വന്നിട്ടുണ്ട്. പരുവായി നിൽക്കുന്ന ഫ്രൂട്ടും ഉണ്ട്. ഇത് നമ്മൾ വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ നല്ല വെയിലടിക്കണം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കായ്ച്ചോളും. പിന്നെ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് അപ്പുറത്ത് വീട്ടിലെ പണിയൊക്കെ നടക്കണം. അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മുറിച്ച് നടുകയും വേണം. ഈ കായ്ച്ച് നിൽക്കുന്നതെല്ലാം കായ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ നിന്ന് ചെറിയ പീസ് ഒരു ചെറിയ തണ്ട പോലെ കണ്ടിച്ച് മാറ്റിയും കൂടെ നടണം. എങ്കിലേ അത് വീണ്ടും വീണ്ടും പൊടിച്ച് വരുള്ളൂ. നമ്മളെ വീട്ടിൽ ഈ ഒരു ഒറ്റ എണ്ണേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്ക് വെള്ളയില്ല. വെള്ളയും കൂടി നടണം. നമുക്കിപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തീരെ ചെറുതാണ്. ചെറുതും കായ്ക്കും വലുതും കായ്ക്കും. കുറേയൊക്കെ കായ്ച്ചിട്ട് പിന്നെ അങ്ങ് ചെറുതായിട്ടാണ് കായ്ക്കണത്. എന്തായാലും ഓൺലൈനിൽ നിന്ന് നമ്മൾ മേടിച്ച് നട്ടതിന് ഉപയോഗമുണ്ടായി. നമുക്ക് വേറെയും 2, 3 പേര് നമ്മൾ ഇതിൽ കായ്ച്ച് നിൽപ്പുണ്ട്. വേറെ ആരുമല്ല, വെള്ളരിക്കയും തടിയനുമാണ്. ഒരു കുഞ്ഞ് വെള്ളരി വന്നിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ തടിയൻ, അത് ഇത്തിരി വലുതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓണത്തിന് എടുക്കാൻ പറ്റുമോ എന്തോ, എങ്കിലും കിട്ടും. പിന്നെ ഇതാ നമ്മൾ സ്നേഹയും മിഴിമോളും ഒക്കെ എത്തിയിട്ടുണ്ട്. രാധ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. എന്തോ എടുത്ത് കപ്പലണ്ടിയാണെന്ന് തോന്നുന്നു എടുത്ത് കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിച്ച് അത് നല്ല പരുവായത് തന്നെയായിരുന്നു. ചേട്ടൻ ഇന്നലെ രാത്രിയിൽ മേടിച്ചുകൊണ്ട് വന്നതാണ് കിവി. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കണ്ടിച്ച് എല്ലാവർക്കും കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു കിവി എടുത്ത് ഇങ്ങനെ തൊലി എടുത്തുകൊണ്ട് വന്നപ്പം ഇതുമോൾ വന്ന് നോക്കിയാണ്. ഇതുവരെ അവളിത് കണ്ടിട്ടില്ല. അങ്ങനെ ഇതെങ്കിലും കഴിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ കണ്ടിച്ച് അവൾ ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല. അങ്ങനെ ഞാൻ രണ്ടും കണ്ടിച്ചുകൊണ്ട് വന്ന് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുത്തു. സ്നേഹയ്ക്കുമൊക്കെ കൊടുത്തു. സ്നേഹ ആരാണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ സഹോദരിയുടെ മക്കളാണ് സ്നേഹയും ചിന്നും. അങ്ങനെ ഞാൻ മിതുമോൾക്കും കൊടുത്തു നോക്കി. പണ്ടത്തെ പോലെ തന്നെ അവൾക്ക് വേണ്ട. അവൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.